ഇനിയിപ്പോൾ രാവിലെ എന്താ ചെയ്യുക? നമ്മുടെ സിറ്റിയിൽ എമ്പുരാൻ ഇറങ്ങണം. നമുക്ക് എമ്പുരാൻ കാണാൻ പോകാം എന്തായാലും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ RIP Gaming 7. അപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ കുറച്ച് നേരത്തെ അടച്ചതാണ്. എന്നാലും നമ്മൾ ഈയിടെ കുറച്ച് ലേറ്റ് ആയിരുന്നാലും സാരില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിറ്റിയിൽ ഇന്നാണ് എമ്പുരാൻ റിലീസ് ചെയ്തത്. അപ്പോൾ നമുക്കൊരു രാജ്യം എന്തായാലും എമ്പുരാൻ കാണാൻ പോകട്ടെ. ഞാൻ കണ്ടിട്ടില്ലേ ഗൈസ്? നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് എപ്പോഴാണ് സീറ്റ് എന്നൊക്കെ ഒന്ന് നോക്കട്ടെ ഗൈസ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇൻ്റർനെറ്റിലൊന്ന് നോക്കാം ഗൈസ്. അയ്യോ, ഇതല്ല, നമുക്ക് ഇൻ്റർനെറ്റിലൊന്ന് നോക്കട്ടെ. ഇത് ഇവിടെയാണ് നമ്മുടെ ആപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ അല്ലേ, ഇവിടെ നിന്ന് നോക്കട്ടെ ഗൈസ് നമ്മുടെ സീറ്റൊക്കെ എവിടെയാണ്. നോക്കുമ്പോൾ നമ്മുടെ തിയേറ്ററിൽ ഇതില്ല എന്നാണ് പറയണവർ. എന്തിട്ടാ ഈ ഓൺലൈൻ ബുക്കിംഗ് അവൈലബിൾ അല്ല എന്നാണ് പറയണത്. സോ നമുക്ക് എന്തായാലും അപ്പോൾ കാര്യം ചെയ്യാം. ഇതിപ്പോൾ നൈറ്റ് ഷോയ്ക്ക് പോകാം ഗൈസ്. നമുക്ക് രാത്രി നമ്മുടെ സുമേഷണ്ണൊക്കെ കണ്ടിട്ട് വന്നു കേട്ടോ. പുള്ളീനെ ഞാൻ പിടിച്ച് വായ മൂടി കെട്ടിയിട്ടേക്കാണ്. കാരണം ഇയാൾ ഓരോ സിനിമകളൊക്കെ പോയി കണ്ടിട്ട് മറ്റേ സ്പോയിലറും എന്ന് പറയും ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നൈറ്റ് വന്നു. ഇന്നിപ്പോൾ എന്താ ചെയ്യാം, നമുക്ക് നമ്മുടെ ഡിഫൻഡർ അടുത്തൊന്ന് കറങ്ങിയിട്ട് വരാം. കുറേ നാൾക്കാർ സിറ്റിയിലൊന്ന് വന്നതാണ്. ഓക്കെ, എന്നാൽ സിറ്റിയിൽ എന്തൊക്കെയോ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ഗവൺമെൻറ് എന്തൊക്കെയോ മാറ്റിയിട്ടൊക്കെ ചെയ്യുന്നു. നമ്മുടെ എയർപോർട്ടൊക്കെ പണിയൊക്കെ ഉണ്ടായിരുന്നു. എയർപോർട്ടിൽ കണ്ട നീല കളറൊക്കെ ആയി. ഇവിടുത്തെ ആൾക്കാർ പിന്നെ ഗൈസ് ദേ എൻ്റെ വണ്ടി പോണു. എൻ്റെ വണ്ടി ദേ ഗൈസ്, എൻ്റെ ഡിഫൻഡർ പോണു ഗൈസ്. ഇവിടുത്തെ ആൾക്കാരെന്ത് വീണ്ടും റിച്ചായത് KTM ഒക്കെ പോണു. ആദ്യമായിട്ടാണ് ഗൈസ് ഞാൻ സീബ്രലൈനൊക്കെ മുറിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടുത്തെ നാട്ടുകാരൊക്കെ സീബ്രലൈനൊക്കെ കിടക്കുന്നത് കാണുന്നത്. എൻ്റെ പൊന്നെ നമുക്ക് സിറ്റിന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇവിടുത്തെ ആൾക്കാർ വീണ്ടും എക്സ്ട്രീം റിച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് KTM പോണത്. ഏതാ വണ്ടി? ഇത് എൻഡവറത് എൻഡവറൊക്കെ പോണു. ഇവന്മാർ വീണ്ടും എക്സ്ട്രീം റിച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഇന്ത്യ അല്ല, മറ്റേ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ല, ഒന്നുമല്ല ഗൈസ്. ഇത് അവരെക്കാളൊക്കെ മേലെയാണ്. ഇന്ത്യയിലത്തെ റോട്ടിൽ കൂടെ പോണ വണ്ടികളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷേ ഇവിടെ റോട്ടിൽ കൂടെ പോണ വണ്ടികളൊക്കെ നോക്ക്. ഓക്കെ, ഇതേതാ വണ്ടി? ഓക്കെ, നമ്മുടെ യമഹയുടെ അല്ലേ, VMAX എന്തായാലും വരാമോ. ഓക്കെ, ജുറാസിക് പാർക്കിൻ്റെ അടുത്തേക്ക് പോയിട്ട് വരാം. ട്രെയിനൊന്നും ഇവിടെ ഇല്ല ഗൈസ്. ഓക്കെ, നമുക്ക് ബൈക്ക് എടുത്തിട്ട് വരായിരുന്നു. ഓക്കെ, ഇതേ KTM ട്രെയിനൊന്നും ഇവിടെ ഇല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് വണ്ടി തിരിച്ച് വീട്ടിലേക്ക് വിടാം ഗൈസ്. അങ്ങനെ വഴിയിൽ നിന്ന് നമ്മുടെ ആരുടെയോ ഒരു കൊഞ്ചൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ അതെടുത്ത് നടക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിഫൻഡർ ഞാൻ അടുത്ത് തന്നെ നടക്കണില്ലേ. കാരണം അത് എവിടെയെങ്കിലും ഞാൻ തട്ടിയ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോവും. ഇതിപ്പോൾ ആരുടെ വണ്ടിയാണെങ്കിൽ ഇടിച്ചാൽ എനിക്ക് വലിയ സീനൊന്നുമില്ല. ഇത് നല്ല മഴക്കാരുണ്ട് കേട്ടോ. നല്ല മഴക്കാരുണ്ട് ഗൈസ്. എന്താണെന്നറിയില്ല, ഭയങ്കര മഴക്കാർ. ഓക്കെ, വണ്ടി പിടിക്കാൻ വരുന്നത് ചേസ് ചെയ്തിട്ടുണ്ട്. നല്ല മഴക്കാരുണ്ട് കേട്ടോ. എന്താണാവോ, എനിക്ക് ബൈക്ക് എടുക്കാൻ ഗൈസ്. ഉണ്ട് ബൈക്ക് താടാ ബൈക്ക് താടാ ബൈക്ക്. അതവന് മോട്ടയാണോ? ബൈക്ക് താടാ, മര്യാദയ്ക്ക് ബൈക്ക് വന്നാൽ അമ്മ ഇനി ഇടിച്ചിട്ടു ഗൈസ്. ഇവൻ്റെ ഇനി ബൈക്ക് വേണ്ട. ഇവനെ ചേച്ചി ഒന്ന് മാറുന്നോട്ടെ ചേച്ചിയെ. എൻ്റെ വെപ്പണിൽ RPG അവിടെ RPG ഇനി പോകണ്ട അവിടെ നിന്ന്. അയ്യോ ഇല്ല, പിന്നെ എൻ്റെ അടുത്ത കളി. അയ്യോ, നമ്മുടെ കൊഞ്ചൊക്കെ പൊട്ടിത്തെറിച്ചു ഗൈസ്. ഇനിയിപ്പോൾ എന്തായാലും നടക്കാം ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോകാൻ കേട്ടാ. നല്ല മഴക്കാരുണ്ട്. എപ്പം വേണമെങ്കിലും മഴ പെയ്യും ഗൈസ്. ഞാൻ ഈ ബൈക്ക് എടുത്ത് ചുമ്മാ അങ്ങനെ സിറ്റി ഇറങ്ങി കളിക്കേണ്ട, വലിയ പണിയൊന്നുമില്ല. ഇപ്പോൾ മഴ പെയ്തു. അയ്യോ, ഇവിടെ നിന്ന് കയറിക്കട്ടെ ഗൈസ്. അവിടെ കയറിക്കാം. അവിടെയാണെങ്കിൽ എന്നിട്ട് മഴ അങ്ങോട്ട് ഇതാവണല്ലേ, മഴയൊക്കെ മേത്തേക്ക് അടിക്കാം. നമുക്കിപ്പോൾ എവിടെ ചെന്ന് നിൽക്കാം? നല്ല സീൻ്റെ ഗൈസ്. ഈ മഴയത്തൊക്കെ ഒരു വൈബല്ല. നമുക്ക് എന്തായാലും മഴയത്ത് ഓടിച്ചു കളിക്കാൻ നല്ലൊരു ഇതായിരുന്നു. ട്രെയിൻ വന്നു ഗൈസ് നമ്മുടെ സ്റ്റേഷനിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ട്രെയിനിൻ്റെ അടുത്തേക്കൊന്ന് പോയിട്ട് വരാം. ഓക്കെ, 1 മിനിറ്റ്. എന്തോ ജുറാസിക് പാർക്കിൻ്റെ അകത്ത് എന്തോ ഒരു തിളക്കം. 1 മിനിറ്റ്. അവിടെ എന്തോ മുട്ട എന്തോ കണ്ട പോലെ ഗൈസ്. എന്തോ മുട്ട അത് തിളങ്ങണു ഗൈസ്. അവിടെ എന്താ നോക്കിയിട്ട് മറ്റേ ഡൈനോസറിൻ്റെ മുട്ടയാണ്. ഡൈനോസർ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഇല്ലല്ലോ. പക്ഷെ അവിടെ എന്തൊരു മുട്ട പോലെ ഉണ്ടോ? ഞാൻ നോക്കിയിട്ട് വരാം. ഈ മുട്ട തിളങ്ങി വിളിക്കണ പോലെ ഗൈസ്. ഇത് കണ്ട
ഡൈനോസറൊന്നുമില്ല. പിന്നെ എവിടെ നീ മുട്ട? ഡൈനോസർ എവിടെയെങ്കിലും എനിക്ക് മുട്ട ഒന്ന് എടുക്കാം ഗൈസ്. വീട്ടിലൊന്ന് ഓംപ്ലേറ്റ് അടിക്കാം. ഓക്കെ, എടുക്ക് പിക്കി ഇറങ്ങണേ അമ്മേ. തല ഇറങ്ങണേ. അതെ, ഞാൻ ഇപ്പം നിലത്ത് അയ്യോ ടേക്കാണ് ഗൈസ്. ഇതെവിടെയാ? ഇതൊന്നും ഞാൻ ഇങ്ങനെ വെക്കണേ. ഒരു മിനിറ്റ്. ഞാൻ അത് എയറിലല്ലേ വെക്കണേ. ഇതെന്ത്? ഞാൻ എയറിലാണ് ഗൈസ് വെക്കണേ. ഇതൊന്നും എൻ്റെ ബാക്കിൽ. ഞാൻ ഡോക്ടർ സ്ട്രേഞ്ചാ, സൂപ്പർമാനാ. സൂപ്പർമാൻ ഇങ്ങനെ ഇല്ലല്ലോ. ഞാൻ സൂപ്പർമാൻ ഒന്നുമില്ല. ഇതെന്താ ഗൈസ് എയറിൽ? ഒരു മിനിറ്റ്. ഇത് പറക്കാൻ പറ്റുമോ എനിക്ക്? പക്ഷെ എനിക്ക് ഇങ്ങനെ പറ്റണുള്ളൂ കേട്ടോ. എന്തോ എനിക്ക് അനങ്ങാൻ പറ്റണില്ല. ഈ തല ഇറങ്ങണ പോലെ. ഓക്കെ, പറന്ന് നോക്കാട്ടോ ഒന്ന്. ഞാൻ പറക്കണു. എൻ്റെ പൊന്നെ സീൻ. സ്പീഡ് അമ്മേ. എനിക്ക് ഫേസ് ചെയ്യാനുള്ള പവർ കിട്ടി. എനിക്ക് എല്ലാ സാധനത്തിനും മറികടക്കാൻ പറ്റും കാണിച്ചിരുന്നു. എൻ്റെ മണ്ട പോയി തേങ്ങ. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്പീഡിൽ വന്നിട്ട് നോക്കാം ഗൈസ്. 3, 2, 1. കുറച്ചുകൂടി ഹൈറ്റിലല്ലേ നമ്മളാ. 3, 2, 1. ഓക്കെ, എനിക്കൊന്നുകൂടി നോക്കാം. പക്ഷേ എനിക്ക് നമ്മുടെ ഫ്ലാഷിനൊക്കെ ഫേസ് ചെയ്യാനുള്ള പോലെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 3, 2, 1. അമ്മേ. എൻ്റെ മണ്ട പോയ അമ്മേ. കിറുക്ക് കിട്ടി ഗൈസ് തലിക്ക്. എൻ്റെ പൊന്നു ഗൈസ്, നല്ല സ്പീഡ് കണ്ടോ പറക്കണം. പക്ഷെ നമുക്കുണ്ടല്ല ആ ഇടി എനിക്ക് ഇങ്ങനെ സാധാരണ രീതിയിൽ കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ തല 2 പീസായിരുന്നു ഗൈസ്. ആ ഇടിയിലെങ്കിൽ ചെറിയൊരു വേനൊന്നുകൂടി നോക്കാം ഗൈസ് നമുക്ക്. എൻ്റെ തലയ്ക്ക് കേസേ തട്ട് കിട്ടിയ പോലെ ഉണ്ട്. പക്ഷെ എനിക്ക് മുറിവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ പോയി. ഓക്കെ, നമുക്ക് ഒരു മിനിറ്റ്. എന്തോ ഒരു പവർ ഇങ്ങനെ നോക്കണം. എന്തോ പവർ കാണിക്കുന്നത് ഗൈസ്. നമുക്ക് നോക്കാം. നമുക്ക് ഫ്ലാഷിൻ്റെ ഒക്കെ പോലെ നല്ല സ്ലോ മോഷനിലാക്കാൻ പറ്റി. എൻ്റെ മോനെ, നല്ല ഫ്ലാഷ് ടൈമിലേക്ക് കയറില്ലേ? അത് സൂപ്പർമാൻ സൂപ്പർ ടൈമിലേക്ക് കയറി ഗൈസ്. നിങ്ങൾക്ക് കണ്ടോ എല്ലാവരും ഇതായി നോക്കി. നമുക്ക് തിരിച്ചത് പഴയ ടൈമിലേക്ക് ആക്കാം. സൂപ്പർമാന് വേറെ പവറൊന്നുമില്ലേ? നമുക്ക് ഫ്ലാഷ് സൂപ്പർ ടൈമിലേക്ക് ഒന്നുകൂടി പോകാം ഗൈസ്. നമ്മൾ സാധാരണ പതുക്കെയാവുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ സൂപ്പർ സ്പീഡുള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇവിടെ നമുക്ക് ആരെങ്കിലും അടുത്തൊന്ന് ഇടിക്കാം ഗൈസ്. അതേ ഒരു ചേച്ചി നമുക്ക് ആ ചേച്ചിയുടെ അടുത്തൊന്ന് ഇടാക്കാം. എനിക്ക് എങ്ങനെ കിട്ടിയെന്നറിയില്ല. ഞാൻ മുട്ട എടുത്തോണ്ട്. ചേച്ചി എന്താണ്? അതിട്ട് പോയേ? ചേച്ചി മരിച്ചു. അതിട്ട് ഗൈസ് ലേസറാണ് കിട്ടാ. ലേസർ പോണതേ കണ്ണീന്ന്. ലേസർ പോണു. എൻ്റെ കാർമയ്ക്ക് കിട്ടാ. കാർ പൊട്ടിത്തെറിക്കുമോ? അത്രയ്ക്കുള്ള പവറൊന്നുമില്ല ഗൈസ് ഇനി. പിന്നെ ചേച്ചി അതിനുള്ള പവറൊന്നുമില്ല കേട്ടോ ഇനി. അത് മാഞ്ഞു പോയി. അത് ദൂരേക്കും അതിനൊന്നും ഉണ്ടായില്ല. ഞാൻ വിചാരിച്ചു ലേസർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാരെ മറ്റേ വണ്ടികളൊക്കെ പൊട്ടിത്തെറിപ്പിക്കാനുള്ള പറഞ്ഞത്. നമ്മുടെ പോലത്തെ ഒരു വണ്ടി. ഗൈസ്, ആ വണ്ടി പൊട്ടിത്തെറിച്ചു. നമുക്ക് ബുഗാട്ടിയിൽ നോക്കാം ഗൈസ്. ഓക്കെ, ബുഗാട്ടി കത്തണില്ല. എന്ത് ബിൽഡ് ക്വാളിറ്റി കൂടിയിട്ട് നമുക്ക് ഈ ചേച്ചിനെ നമുക്ക് ജസ്റ്റ് തട്ടിയാൽ മതിയുടെ മേത്ത്. അതെ, അങ്ങനെ ഒരു തുടങ്ങുന്ന ചേട്ടന് ചേട്ടൻ വീണില്ലേ? ഓക്കെ, വീണു. നമുക്ക് പറക്കാൻ പറ്റും ഗൈസ്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മളതിനകത്ത് ഏറ്റവും മുകളിലത്തെ മുട്ട തൊട്ടപ്പോഴാണ് നമുക്ക് ഈ പവർ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ വേറെ മുട്ട തൊട്ടാൽ നമുക്ക് വേറെ പവർ കിട്ടണം. എല്ലാത്തിനും ഒരു പവർ ആയിരിക്കും ഗൈസ്. ഇനി ആർക്കും കിട്ടാൻ പോകില്ല. കാരണം എനിക്ക് തോന്നുന്നു ഒരാൾക്കും ഒരു പവറല്ല ഗൈസ് കിട്ടിയാണ്. നമുക്ക് ഇത് വെച്ച ആൾക്കാരൊക്കെ സഹായിക്കാം ഗൈസ്. ഇനി ആരെയും കൊല്ലൊന്നും വേണ്ട. നമുക്ക് എന്തായാലും വീട്ടിൽ നിന്ന് കിടന്നുറങ്ങാം ഗൈസ്. ഓക്കെ, പറക്കട്ടെ. ഉയ് നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങാൻ പറ്റുമോ? ഇല്ല ഗൈസ്. മുങ്ങി പറന്നോണ്ട് മുങ്ങാൻ പറ്റുന്നില്ല. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ വീടിൻ്റെ അകത്ത് കയറാം ഗൈസ്. നമുക്ക് നിലത്ത് കമലുണ്ട്. പറക്കാൻ മാത്രമേ നമുക്ക് പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വീടിൻ്റെ അകത്ത് ഇരുന്ന് കിടന്നുറങ്ങാം ഗൈസ്. ഇനിയിപ്പോൾ എന്തായാലും ആ മുട്ട
അങ്ങനെ ആരും ഒന്നും അറിയൊന്നുമില്ല ഗൈസ്. ഓക്കെ, എൻ്റെ ജീവിതം പോയേ. ഞാൻ എന്തൊക്കെ ആശിച്ച് മോഹിച്ച് മേടിച്ച വണ്ടിയോ, ഈ വണ്ടി ജപ്തിക്ക് കൊടുക്കാൻ പോകും. വീടും ജപ്തി ലോണായി. എന്നിട്ട് അച്ഛനും അമ്മയും വേറെ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് എന്നെ മാത്രം ഒറ്റയ്ക്കാക്കി. ഞാൻ എന്താ അവർക്കൊന്നും ഇതാക്കണില്ലേ? എൻ്റെ ലൈൻ എന്നെ തേച്ചിട്ട് പോയി. എന്തൊരു കഷ്ടം നോക്കി. എനിക്കിനി കഴിച്ച് ഈ ഭൂമിയിൽ ജീവിക്കണ്ട, ഞാൻ മരിക്കാൻ പോവാ. ജുറാസിക് പാർക്കിലാണ് അവിടെ ഡൈനോസർ ഉണ്ടെങ്കിൽ അതിൻ്റെ കടി കൊണ്ട് ചാവാം. വേഗം തന്നെ ഞാൻ അങ്ങോട്ട് പോവാ. ഇതെന്താ അവിടെ ഭയങ്കര തിളങ്ങണം? അവിടെ നിന്ന് എന്തോ സ്വാധീനം എന്താണോ? സ്വർണ്ണമാണെങ്കിൽ അത്രയും നല്ലത്. സ്വർണ്ണമൊന്നും ആയിരിക്കില്ല. അല്ലെങ്കിൽ അതെന്താ മറ്റേ ഡൈനോസർ സ്വർണം ധരിക്കണ്ടോ? മാലയും വളയും ധരിക്കണില്ലല്ലോ. ഓക്കെ, എന്തായാലും ഞാൻ അങ്ങോട്ട് പോവാ. ഡൈനോസറെ കാളെ ആരെങ്കിലും കുത്തു കിട്ടിയേ ഞാൻ മരിക്കും ഗൈസ്. വേഗം തന്നെ എവിടേക്കെങ്കിലുമൊക്കെ പോട്ടെ. ഇവിടെ എവിടെ ആരും കാണാനില്ലല്ലോ. അല്ലെങ്കിൽ ഇവിടെ എപ്പോൾ നോക്കിയാലും ഡൈനോസർമാരുണ്ടാവും. ഇപ്പം എപ്പോൾ നോക്കിയാലും കാണാനില്ല എവിടെയും. എവിടേക്കപ്പോൾ പോവാ? അതെ, അതൊരു ആനെങ്കിൽ ആന. എന്തുറ്റത്? ഇതെന്തുറ്റത്? വെയിറ്റ് എ മിനിറ്റ്. എന്തൊരു മുട്ടയോ? ഡൈനോസർ മുട്ടയിട്ട് വെച്ചായിരിക്കും. പക്ഷേ ആനയുടെ കുത്തു കിട്ടി മരിക്കാം. ആനെ വാ, ആനെ വാ 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 വാ, എൻ്റെ മേത്തേക്ക് വാ. ഈ മുട്ട കാണിച്ച് നമുക്ക് ആനയെ വിളിക്കാം. അതിൻ്റെ മേത്തേക്ക് വരും. നമുക്ക് ഈ മുട്ട കാണിച്ച് വിളിക്കാം. മുട്ട എടുക്ക്. പറ്റണു. അയ്യോ, ഞാൻ തല ഇറങ്ങി വീണു. എന്താ എനിക്ക് ഭയങ്കര ഹൈറ്റ് പോലെ തോന്നണു. ഞാൻ ഇവിടെ എന്താ കൊയ്യും കോലൊക്കെ പച്ചക്കളറിക്കണേ. ഞാൻ പാൻറ്റിലോട്ടുണ്ടായിരുന്നേ. ഇതെങ്ങനെയാ? എനിക്ക് കണ്ണാടിയില്ലല്ലോ. എനിക്കെന്നാ മസിൽസും ഭയങ്കര തൊടി പോലെ. എൻ്റെ ബൈക്ക് ഇവിടെ. ബൈക്ക് ഇങ്ങനെ നടക്കാം ഞാൻ. ബൈക്ക് ഇതെന്നാ എനിക്ക് ഭയങ്കര സ്പീഡിലൊക്കെ ഓടാൻ പറ്റണം. നോക്കട്ടെ. ഇതെന്താ എനിക്ക് ഭയങ്കര സ്പീഡിലൊക്കെ ഓടാൻ പറ്റുന്നുണ്ടല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ മുട്ട തൊട്ടപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായത്. ബൈക്കിൽ കയറാൻ പറ്റും. ഇതെങ്ങനെ? ഞാൻ ഹൾക്കായി മാറി. ഹൾക്ക് ശരിക്കും ഉണ്ടോ? ഹൾക്ക് എങ്ങനെ മാറി? ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലേക്ക് പോട്ടെ. ഇതിങ്ങനെ ഡ്രസ്സ് വല്ലതാണോ? ഡ്രസ്സിൻ്റെ കൂടെ ഒന്നും ആരില്ല. ഡ്രസ്സ് വല്ലതാണ്. ഇത് എനിക്ക് നല്ല സ്പീഡിലൊക്കെ ചാടി. ഇതെന്തത്? എന്ത് ആ റോഡൊക്കെ പൊട്ടി. ഒന്നുകൂടി നോക്കാം. ഇത് നല്ല ഹൈറ്റിൽ ചാടാനൊക്കെ പറ്റുന്നു. ഇത് ഫാൻസി ഡ്രസ്സൊന്നുമല്ല. ഇത് ട്രെയിൻ ഇടിച്ചിടാൻ പറ്റുമോ? ഇല്ല, ട്രെയിൻ ഇയാളിടിച്ചിടാൻ പറ്റും. നോക്കട്ടെ. ഇത് നല്ല ഹൈറ്റിലൊക്കെ ചാടിയിട്ട് ഇവിടേക്കൊക്കെ കയറി. ഇയാളിടിച്ചിടാൻ പറ്റുമോ? ഏയ് ബ്രോ, എന്തിങ്ങനെ ചാടണം നമ്മൾ? എൻ്റെ പൊന്ന്, ഒറ്റ ചാടല് ജുറാസിക് പാർക്കിൻ്റെ അകത്തെത്തി. ഇത് പുറത്തേക്ക് ഇപ്പോൾ. ഇനി ഇത് വെച്ചിട്ട് എനിക്കൊരു വഴിയുണ്ട്. ഞാനിപ്പോൾ ഹൾക്കാണ്, ഈ വേൾഡിലെ തന്നെ ഏറ്റവും ശക്തനായ മനുഷ്യൻ. ഇനി എനിക്ക് എൻ്റെ പ്രതികാരം വീട്ടണം. എന്നെ ഈ ലോകത്തുനിന്ന് ആട്ടി പുറത്താക്കിയവരുടെ മുന്നിൽ എനിക്ക് ആളെ കാണിക്കണം. എനിക്കിപ്പോൾ ദേഷ്യം വന്നിരിക്കുകയാണ്. മാറിക്കണം അങ്ങോട്ട്. ഇല്ലോ, അവനൊക്കെ ഇടിച്ചു തരണം. നമുക്ക് ഈ ഫോർച്യൂണർ അങ്ങോട്ട് ഇടിച്ചിടാം. മാറിപ്പോൾ അങ്ങോട്ട്. എൻ്റെ വഴിയെ തടയണം. എല്ലാവരും ഞാൻ കൊല്ലും. അതിപ്പോൾ ആരായാലും. എനിക്ക് അങ്ങനെ ആരുമില്ല. ഞാൻ എല്ലാവരും തൊട്ടും. ഇതിങ്ങനെ ഇടിച്ചങ്ങനെ തകർക്ക്. ഇല്ല, അവിടെ ഡിഫൻഡർ. എനിക്ക് വണ്ടി വേണം. എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം. മാറിക്കണം അങ്ങോട്ട്. ഹൾക്കിൻ്റെ അടുത്താണ് കളി. എനിക്കെൻ്റെ വീട്ടിലേക്ക് പോകണം. എനിക്ക് അവിടെ നിന്ന് പ്രതികാരം വീട്ടണം. എൻ്റെ വീട് എനിക്ക് ഫുള്ള് പൊട്ടിത്തെറിപ്പിക്കണം. എനിക്ക് പൊട്ടിത്തെറിപ്പിക്കണം എന്നൊന്നുമില്ല.
ഞാൻ അതൊരു ആവശ്യത്തിൽ പറഞ്ഞതാ. എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ മുന്നിലേക്ക് ഒന്ന് പോകണം. എൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് എനിക്ക് എത്തണം. വണ്ടിയുടെ ഇതൊക്കെ ആകെ തകർന്നു. ഇല്ല, അടുത്ത ആളുടെ വണ്ടി എടുക്കാം. അച്ഛ, അമ്മ തുറക്ക്, വാതിൽ തുറക്ക്. അച്ഛാ, എന്താ വിളികൾ? അച്ഛ, അമ്മ, വാതിൽ ഞാൻ തുറക്ക്. ഞാൻ തുറക്ക്. ഇതൊന്ന് തുറക്കാത്ത ചവിട്ടി പൊളിക്കാം. അച്ഛനും വീടിൻ്റെ അകത്ത് കാണാനില്ലല്ലോ. അവരവിടെ പോയി? ഞാൻ നോക്കട്ടെ. അവർ പോകാൻ വഴിയാണെങ്കിൽ അവിടുത്തെ ഗോഡൗണിലാണ്. അവരവിടെ ജോലി ചെയ്യണം. അവരവിടെ പോയി പറഞ്ഞ പോലെ നോക്കട്ടെ. ഗോഡൗണിൻ്റെ അവിടേക്ക് പോകണേ. ഇതേ ഗോഡൗൺ എത്തി. ഇവിടേക്കാണ് അവർ സാധാരണ വരാറുള്ളത്. ഇവിടെ അവരെ കാണണം. അവരവിടെ പോയി. പ്രശ്നം പറ്റി. അച്ഛനും അമ്മയും ആരോ മറ്റേ കടലിൻ്റെ അവിടേക്ക് കൊണ്ടുപോയിക്കുക. എന്തിനാണെന്ന് അറിയില്ല. അവർ കാറിൽ പോയിക്കണം. എന്തിനാണ്? വേഗം തന്നെ പോവാം. എന്തോ അപകടത്തിലാണ് അവർ. എനിക്കെന്തോ പോലെ. വേഗം തന്നെ അങ്ങോട്ട് പോകണം. എൻ്റെ അച്ഛനമ്മ ഫയർഫോഴ്സിനെ വിളിക്കട്ടെ. ഫയർഫോഴ്സിനെ വിളിക്കട്ടെ. ഫയർഫോഴ്സിനെ വിളിക്ക് ഫയർഫോഴ്സിനെ. എൻ്റെ അച്ഛനമ്മ മരിച്ചല്ലോ. കൊന്നതാണ്. ആരാന്ന് ചോദിച്ചപ്പോൾ അവിടെ കണ്ടായിരുന്ന ആൾ പറഞ്ഞത് സൂപ്പർമാനാണ്. ഇനി എനിക്ക് സൂപ്പർമാനോട് ദേഷ്യ. ആരാണ് ഈ സൂപ്പർമാൻ? എന്തിനാണ് എന്നോട് ഇത്ര ചെയ്തത്? ഇനി സിറ്റിയിൽ ആരും വേണ്ട, എല്ലാവരും മരിക്കണം. ഈ സിറ്റിയിൽ ആരും ജീവിച്ചിരിക്കണ്ട. ഇനി മുതൽ ഞാൻ മാത്രം മതി സിറ്റിയിൽ. മാറിപ്പോ അങ്ങോട്ട്. ഞാൻ മാത്രം മതി സിറ്റിയിൽ. പോ അങ്ങോട്ട്. ഇല്ല ആരും നീ റോട്ടിലങ്ങനെ ബൈക്ക് ഓടിച്ചാൽ ഉണ്ടല്ലോ. അപ്പോൾ അറിയാം കാര്യങ്ങൾ. ഈ സിറ്റി ഫുള്ള് ഞാൻ കത്തിച്ച് കളയും. ഓൻ ചത്തില്ലേ? പോടാ. ഇല്ല പോട്ടെ, എല്ലാവരും മരിക്കട്ടെ. ഇനി സിറ്റിയിൽ ആരും വേണ്ട. ഇനി മുതൽ ഈ സിറ്റി എൻ്റെയാണ്. സിറ്റിയുടെ റോഡൊക്കെ ഫുള്ള് ഞാൻ ചവിട്ടി കൊളിക്കും. ഫുള്ള് കുഴിയാക്കും. കേരളത്തിലെ റോഡ് പോലെ ഫുള്ള് കുഴിയാക്കും ഞാൻ. പൊളിയട്ടെ. ഇനി സിറ്റിയിൽ ആരും വേണ്ട. ബൈക്കിൽ പോകണാരും വേണ്ട. പൊട്ടിത്തെറിക്കട്ടെ. ഇതും പൊട്ടിത്തെറിക്കട്ടെ. അങ്ങനെ പല സുഖിച്ചു പോകണ്ട. ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് അവരെടുത്തില്ല. എനിക്ക് അവരുടെ ഓഫീസിലേക്കാണ് ഫസ്റ്റ് പോകേണ്ടത്. മെഗാ പോലീസ് സ്റ്റേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഇവിടെ ഒരു വണ്ടിയും വേണ്ട. ഈ 2 കൂടി കഴിഞ്ഞാൽ ഈ സിറ്റിയിലെ മെഗാ ഹെഡ്ക്വാർട്ടേഴ്സിലെ പോലീസ് വണ്ടികളൊക്കെ തീ പിടിച്ചു. ഇനി സിറ്റിയിൽ ഒരു പോലീസും വേണ്ട. ഈ സിറ്റിയിലെ നിയമങ്ങൾ ഇനി ഞാൻ പറഞ്ഞു കൊടുക്കും. ആ സൂപ്പർമാനെ എനിക്ക് കിട്ടണം. എവിടെയാണ് സൂപ്പർമാൻ? ആരാണ് സൂപ്പർമാൻ? ഞാനിപ്പോൾ പറഞ്ഞൊരു വാർത്തയുണ്ടോ, നമ്മുടെ സിറ്റിയിൽ ഹൾക്ക് എന്ന് പറഞ്ഞൊരുത്തൻ എന്നെ തപ്പി നടക്കണു ഗൈസ്. നമുക്ക് അവനങ്ങനെ വിട്ടാപ്പില്ല. അവൻ സിറ്റിയിൽ ഒരു നാശനഷ്ടങ്ങൾ ഉണ്ടായിപ്പോൾ നമ്മളോട് എന്നിട്ട് നമ്മുടെ പോലീസ് ഒന്ന് പറഞ്ഞേക്കുകയാണ് നമ്മളോട് അവനെ പിടിക്കാൻ വേണ്ടി. നമുക്ക് അവനെ പിടിക്കാം. അവനിപ്പോൾ ഷോറൂം ഭാഗത്തുണ്ട് എന്നാണ് കേട്ടോ പറഞ്ഞത്. ഓക്കെ, അവൻ ഏതോ കാറിൻ്റെ അവിടെ എന്തോ ആണ്. നമുക്ക് അവനെ സ്ലോ മോഷൻ ആക്കിയിട്ടാണ് കേട്ടോ പിടിക്കാൻ. അവിടെ നമുക്ക് ഇവിടെ നിന്ന് ലേസർ വിട്ടാൽ അവൻ തീരും ഗൈസ്. അതൊക്കെ അത്രേ ഉള്ളൂ. നമുക്ക് നമ്മുടെ 6th സെൻസ് വെച്ചിട്ട് ഇങ്ങനെ പോയി അവൻ എന്നെ എന്തായാലും ഇടിക്കും ഗൈസ്. ഹൾക്കിനെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ 6th സെൻസ് വെച്ചിട്ട് അവനെ പിടിക്കാൻ പറ്റുകയാണ്. എനിക്കൊരു പവറിനത് ഏത് നമ്മൾ അടുത്ത ആളെവിടെയാണ് നിൽക്കണേന്ന് വെച്ചാൽ അവിടെ നിന്നിട്ട് നമുക്ക് ആ ഒരു 6th സെൻസ് യൂസ് ചെയ്തിട്ട് എനിക്ക് അവനെ പിടിക്കാൻ പറ്റും ഗൈസ്. ഓക്കെ, ഞാൻ എൻ്റെ പവർ ഓൺ ആക്കട്ടെ. ഓക്കെ, സ്ലോ മോഷൻ ആയിട്ടുണ്ട്. ഇനി ഞാൻ കണ്ണടയ്ക്കാണ് ഗൈസ്. ഇനി എനിക്ക് അവനെ പിടിക്കണം. സൂപ്പർമാനാ ഞാൻ കൊണ്ടു. അവനെ ഞാൻ കൊല്ലും. എന്താ എനിക്ക് പറ്റിയത്? എനിക്ക് ചൂട് സൂപ്പർമാൻ വന്നോ? അയ്യോ, ഞാൻ വീണേ. നമ്മൾ ഹൾക്കിനെ പിടിച്ചേക്കാണ് കേട്ടോ. നമ്മുടെ ഹൾക്കിനെ അവർ ലോറിയിൽ കൊണ്ടുവരാണ് പോലീസുകാരൊക്കെ ഓടിച്ചിറങ്ങിട്ട്. അതായത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ മുകളിൽ ഒരു സീക്രട്ട് സ്പെഷ്യൽ പ്രിസൺ ഉണ്ട് കേട്ടോ. അങ്ങോട്ടാണ് പോകുന്നത്. ഹൾക്കല്ല, എനിക്ക് പോലും തകർക്കാൻ പറ്റില്ല ഗൈസ്.
അജാതി പവർഫുൾ ആണ്. നിങ്ങൾ ആ മോളെ സെക്കൻഡ് ഫ്ലോർ കണ്ട, ആ സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ ഗൈസ് പ്രിസൺ എന്ന് പറയുന്നത്. നമുക്ക് വേഗം അങ്ങോട്ട് പോകാം ഗൈസ്. ഓക്കെ, ഇപ്പം ട്രക്ക് വരും ഗൈസ്, പോലീസുകാർ. നമുക്ക് വേഗം തന്നെ ഇങ്ങോട്ട് പോയി പ്രിസൺ റെഡി ആക്കണം ഗൈസ്. ഓക്കെ, ആഹാ നിന്നെ ഞങ്ങൾ പിടിച്ചു. നിന്നെ പിടിക്കാൻ പറ്റുന്നല്ലോ പറഞ്ഞേ. ഈ ലേസർ വെച്ചിട്ടുള്ള സാധനം ഞാൻ ഉണ്ടാക്കിയേക്കുന്നതാ. ഇതിനെ നീ ഇടിച്ചാൽ പോലും തകർക്കാൻ പറ്റില്ലേ? ആഹാ ഹാ ഹാ, നീ എന്താണ് വിചാരിച്ചേ ഞാൻ ജയിക്കും, നീ ജയിക്കുന്ന? ഒരിക്കലും ഇല്ലടാ, ഞാനാ ജയിച്ചേ, നീ തോറ്റു. നീ എന്താ പറയണ്ടല്ലോ? എവിടെയോ പോലീസ് സ്റ്റേഷനിൽ? തുറക്ക്, തുറക്ക് എടാ സൂപ്പർമാന്, തുറക്കു സൂപ്പർമാന്. എടാ നിനക്ക് ഞാൻ ഓരോന്നും അറിയില്ല സൂപ്പർമാന്. എടാ നീ ജയിച്ചു നമ്മൾ വിചാരിക്കണ്ട. നീ എന്താ വിചാരിച്ചേ ഞാനങ്ങോട്ട് തോറ്റുപോയെന്നാ? ഞാൻ ഈ ഗ്ലാസ്സൊക്കെ പൊട്ടിച്ചോണ്ട് വരും കേട്ടോ. നീ ജയിച്ചെന്ന് വിചാരിക്കണ്ട സൂപ്പർമാനെ. നിനക്കുള്ള വിധി തന്നെ സൂപ്പർമാനെ. പറയുള്ളൂടാ ഹൾക്കെ, ഞാൻ അങ്ങനെ വീട്ടിൽ പോവാം. ഗൈസ് നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ ഫുൾ തീർന്നേക്ക് കണ്ടയ്യേ. നമ്മുടെ ഹൾക്കിനെ മുകളിലത്തെ പ്രിസണിലാണ് അടച്ചിട്ടേക്കണേ കണ്ട. അത് ഞാൻ എൻ്റെ ലേസറും കൂടി വെച്ചുണ്ടാക്കി. എന്താണ് കേട്ടോ? നമുക്കിനി ഫ്രീ ആയി ഗൈസ്. നമുക്കിനി പറന്ന് കളിക്കാം. നമുക്ക് സാൻ ആൻഡ്രിയാസിലേക്ക് പോകാൻ പറ്റും നോക്കാം ഗൈസ്. പറഞ്ഞിട്ട് സീജയുടെ അടുത്തേക്ക് പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. പിന്നെ ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 300 സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതേപോലത്തെ വീഡിയോസായിട്ട് കണ്ടുമുട്ടാം ഗൈസ്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ ചളിപ്പിക്കണില്ലേ ഗൈസ്. എല്ലാവർക്കും ബൈ ഗൈസ്.